ഹലോ. അപ്പം നമ്മളിനി നെക്സ്റ്റ് ചാപ്റ്റർ പഠിക്കാം. നമ്മൾ 25ാമത്തെ ചാപ്റ്റർ പഠിക്കാം. ചാപ്റ്ററിൻ്റെ പേരാണ് വൺസ് അപ്പോൺ എ ടൈം. ചാപ്റ്ററിൻ്റെ പേരാണ് വൺസ് അപ്പോൺ എ ടൈം. ഓക്കെ, ഇത് ഒരു കവിതയാണ്, ഒരു ചെറു കവിതയാണ്. ഇത് എഴുതിയത് ഗബ്രിയേൽ ഓക്ര എന്ന് പറഞ്ഞ ഒരു കവിയാണ്. നൈജീരിയ, ആഫ്രിക്കയിലുള്ള ഒരു പ്രശസ്തനായ കവി എഴുതിയതാണ്. ഓക്കെ, അപ്പം നൈജീരിയയിലെ കവിയും നോവലിസ്റ്റുമായ ഗബ്രിയേൽ ഓക്കരയുടെ പ്രശസ്തമായ ഒരു കവിതയാണ് വൺസ് അപ്പോൺ എ ടൈം. അപ്പോൾ ആഫ്രിക്കയുടെ ഒരു സ്പന്ദനം ഉണ്ടല്ലോ, ആഫ്രിക്കയുടെ സ്പന്ദനം എന്ന് പറയുന്നത് ആഫ്രിക്കയുടെ ശബ്ദം, അവരുടെ മാനസികാവസ്ഥ, കാലാവസ്ഥ, ശബ്ദങ്ങൾ തുടങ്ങിയ എല്ലാ ഈ ഗബ്രിയേൽ ഓക്രയുടെ കവിതയിലുടനീളം അത് കാണിക്കും. ഫുൾ ആഫ്രിക്കനെ കുറിച്ചായിരിക്കും, ആഫ്രിക്കയുടെ സ്പന്ദനമായിരിക്കും ഈ ഗബ്രിയേൽ ഓക്രയുടെ കവിതകൾ മുഴുവൻ. അപ്പോൾ ഈ വൺസ് അപ്പോൺ എ ടൈം എന്ന് പറഞ്ഞ കവിതയിൽ ഓക്ര എന്ന് പറഞ്ഞ കവി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ കമ്പയർ ചെയ്യാണ്, ഓൾഡൻ ഡേയ്സിനെയും മോഡേൺ ഡേയ്സിനെയും തമ്മിൽ കമ്പയർ ചെയ്യാണ്. അതായത് പഴയ കാലത്തെ ആൾക്കാരുടെ ക്യാരക്ടറേയും പുതിയ കാലത്തെ ആൾക്കാരുടെ ക്യാരക്ടറേയും തമ്മിൽ കമ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കവി പറയുന്നതാണ്, പഴയ കാലത്തെ ആൾക്കാരെന്ന് വെച്ചാൽ നിഷ്കളങ്കരായിരുന്നു, അവർ ജെന്യൂൻ ആയിരുന്നു, നേരെ പോകുന്നായിരുന്നു. പക്ഷേ ഇന്നത്തെ കാലത്തെ ആൾക്കാർ ജെന്യൂൻ ആണോ? അല്ല, അവർ കബളിപ്പിക്കപ്പെടുന്ന ആൾക്കാരാണ്, അവർ പരസ്പരം ചീറ്റ് ചെയ്യാണ്, അവർ തമ്മിൽ അവർക്കൊരു ഡെഡിക്കേഷൻ ഇല്ല, ഭയങ്കര സെൽഫിഷാണ്. അതൊക്കെയാണ് ഈ കവിതേൻ്റെ അകത്ത് പറയുന്നത്. ഓക്കെ, നമ്മളുടെ പാശ്ചാത്യ സംസ്കാരവും ആധുനിക സംസ്കാരവും തമ്മിൽ കമ്പയർ ചെയ്യാണ് കവിതേൻ്റെ അകത്ത്. ഓക്കെ, അപ്പം ഗബ്രിയേൽ ഓക്ര വൺസ് അപ്പോൺ എ ടൈം എന്ന കവിതയിലൂടെ സമൂഹത്തിൽ വന്ന മാറ്റമാണ് വിശദീകരിക്കുന്നത്. അതായത് കവി പറയുന്നത് എന്താ വെച്ചാൽ, ഇപ്പോഴത്തെ കുട്ടികൾ പല്ലുകൊണ്ട് ചിരിക്കുകയാണെങ്കിലും, പക്ഷേ നമ്മൾ കണ്ടാൽ അത് ഒരു ആത്മാർത്ഥത ചിരിയാണെങ്കിലും പക്ഷെ ശരിക്കും അത് ഫേക്കാണ്, വ്യാജമാണെന്ന് പറയുന്നത്. പണ്ടത്തെ കുട്ടികൾ ചിരിക്കുന്നത് എങ്ങനെയാണ്? അവർ മനസ്സുകൊണ്ടാണ് ചിരിക്കുന്നത്, വെറും ഈ പല്ല് കാണിച്ചല്ല, അവർ മനസ്സ് തുറന്ന് മനസ്സുകൊണ്ടാണ് ചിരിക്കുന്നതാണ് കവി പറയുന്നത്. അപ്പോൾ രണ്ട് പാർട്ടായിട്ടാണ്. ആദ്യത്തെ പാർട്ടിലാണ് കവി ഇത് പറയുന്നത്, നമ്മളുടെ സംസ്കാരങ്ങളെ കുറിച്ചൊക്കെയാണ് കവി പറയുന്നത്. അതായത് പണ്ടത്തെ ആൾക്കാർക്ക് ഒരു സംസ്കാരം ഉണ്ടായിരുന്നു, അവർ ജെന്യൂൻ ആയിരുന്നു. പക്ഷെ ഇപ്പോഴത്തെ ആൾക്കാർക്ക് അങ്ങനെയല്ല, ഇപ്പോഴത്തെ ആൾക്കാർ ഫുൾ ഫേക്ക് ആണെന്നാണ് കവി പറയുന്നത്. ഓക്കെ, ഇനി രണ്ടാമത്തെ ഇതിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മളൊരാളെ കണ്ടാൽ ഷെയ്ക്ക് ഹാൻഡ് ചെയ്യും, റൈറ്റ്? നമ്മളിങ്ങനെ കൈ ഷെയ്ക്ക് ഹാൻഡ് ചെയ്യും, അതുപോലും ഫേക്കാണ്, വ്യാജാണെന്നാണ് കവി പറയുന്നത്. അതിൽ പോലും ഒരു ആത്മാർത്ഥത ഇല്ലെന്നാണ് ഓക്ര പറയുന്നത്. നമ്മുടെ വലത് കൈ കൊണ്ട് ഒരാൾക്ക് ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുന്നു, ഇടത് കയ്യിൽ നമ്മളുടെ കാലിയായ പോക്കറ്റാണ് നമ്മൾ തപ്പുന്നതെന്നാണ് കവി പറയുന്നത്. ഓക്കെ, അപ്പോൾ കവിക്ക് ഈ ഒരു പ്രസന്റ് കണ്ടീഷനെ കുറിച്ച് കവിക്ക് ഒരുപാട് സങ്കടമുണ്ട്. കവിക്ക് പഴയ രീതിയിലേക്ക് പോകാനാണ് ഇഷ്ടം. തനിക്കും ഇപ്പോൾ ഗുഡ് ബൈ പറയാൻ അറിയാം, തനിക്കും ഇപ്പോൾ കള്ളത്തരം ചെയ്യാൻ അറിയാം, തനിക്കും ഇപ്പം വ്യാജമാവാൻ അറിയാമെന്നാണ് കവി പറയുന്നത്. പ്രസന്റ് സിറ്റുവേഷനായിട്ട് ഒരുപാട് പ്രാധാന്യമുള്ള ഒരു കവിതയാണ് വൺസ് അപ്പോൺ എ ടൈം. അപ്പം കവിത ക്ലിയർ ആയിക്കെന്ന് വിചാരിക്കുന്നു. ആധുനിക മനുഷ്യന്റെ പെരുമാറ്റം കവിക്ക് ഒരുപാട് വേദന ഉള്ളതാക്കുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഇതിന്റെ ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് വിത്ത് റെഫറൻസ് ടു ദ ലൈൻസ് ഇൻ ദ ഫോളോയിങ് സ്റ്റാൻസ. ഓക്കെ, നമ്മൾ കവിതയായിട്ടുള്ള ഇതാണ് നോക്കുന്നത്. ഫസ്റ്റ് സ്റ്റാൻസ 1ന്റെ അകത്ത് വൺസ് അപ്പോൺ എ ടൈം ടു ഡാഷ് മൈ ഷേഡോ. അപ്പോൾ അത് അവിടെ ഫില്ല് ചെയ്യാനുള്ളതാണ് പറയുന്നത്. ഫില്ല് ചെയ്യാനുള്ള അതിൻ്റെ ബാക്കിയുള്ള സബ് ക്വസ്റ്റ്യൻസ് ഉണ്ട്, ആ സബ് ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ ആണ് പറയുന്നത്. ഫസ്റ്റ് ആൻസറാണ് ഇപ്പോൾ ഈ ക്വസ്റ്റ്യൻ്റെ അകത്ത് എടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഹൂ ഡസ് ദ വേർഡ് ദേ റെഫർ ടു. അപ്പോൾ ആ സ്റ്റാൻസേൻ്റെ അകത്ത് ദേ എന്ന് പറഞ്ഞ വേർഡ് ഉണ്ട്, അത് ആരെയാണ് റെഫർ ചെയ്യുന്നത്? പിന്നെ ദ വേർഡ് ദേ റെഫേഴ്സ് ടു ദ പീപ്പിൾ ഇൻ മോഡേൺ ടൈംസ്. പ്രസന്റ് ഈ കാലഘട്ടത്തിലുള്ള ആധുനിക കാലത്തുള്ള ആൾക്കാരെയാണ് ദേ എന്ന് കവി ഉദ്ദേശിക്കുന്നത്. രണ്ടാമത്തെ ചോദ്യമാണ്, വാട്ട് എഫക്ട് ഡസ് ദ പോയറ്റ് ക്രിയേറ്റ് ബൈ യൂസിങ് ദ ഫ്രേസ് വൺസ് അപ്പോൺ എ ടൈം. അപ്പോൾ വൺസ് അപ്പോൺ എ ടൈം എന്ന ഫ്രേസ് ക്രിയേറ്റ് ചെയ്തത് എന്തിനെയാണ് എഫക്ട് ചെയ്യുന്നതാണ് ചോദിക്കുന്നത്. അപ്പം ബൈ യൂസിങ് ദിസ് ഫ്രേസ് വൺസ് അപ്പോൺ എ ടൈം ദ പോയറ്റ് ഇൻഡിക്കേറ്റ്സ് ദാറ്റ് ഹി ഈസ് ടോക്കിംഗ് അബൌട്ട് സംതിങ് ദാറ്റ് ഹാപ്പൻ എ ലോങ് ടൈം. അപ്പോൾ വൺസ് അപ്പോൺ എ ടൈം എന്ന് വെച്ചാൽ എന്താ? പണ്ട് നടന്ന കാര്യം, ഒരിക്കൽ നടന്ന കാര്യത്തെക്കുറിച്ചാണ് കവി ഇവിടെ
ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ദ ഫ്രേസ് വൺസ് അപ്പോൺ എ ടൈം ഓൾസോ മേക്സ് ദ ബിഗിനിങ് ഓഫ് ദ പോയിന്റ് സൗണ്ട് ലൈക്ക് ദ പോയിന്റ് ഈസ് ടെല്ലിങ് ഹിസ് സൺ എ സ്റ്റോറി. അപ്പം നമ്മൾ ഒരു കഥ പറയുമ്പോൾ നമ്മൾ ഒരു കഥ ഒരു കുട്ടിക്ക് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ നമ്മൾ എന്താ പറയുക, പണ്ട് ഒരിക്കൽ, അങ്ങനെയൊക്കെയല്ലേ, വൺസ് അപ്പോൺ എ ടൈം. അപ്പോൾ ഇവിടെ കവി തൻ്റെ മകനോട് പണ്ട് നടന്ന ഒരു കാര്യം പറയുന്നത് പോലെയാണ് കവിത ബിഗിൻ ചെയ്യുന്നത്, തുടങ്ങുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഹൗ ക്യാൻ എ പേഴ്സൺ ലാഫ് വിത്ത് ഹിസ് ഐസ് ആൻഡ് ഹാർട്ട്? എങ്ങനെയാണ് ഒരു മനുഷ്യന് കണ്ണുകൊണ്ടും ഹൃദയം കൊണ്ടും ചിരിക്കാൻ കഴിയുന്നത്? വെൻ വി ലാഫ് ഹാർട്ട്ലി ആൻഡ് വിത്ത് ട്രൂ ഫീലിങ്സ് ഇറ്റ് ഗെറ്റ്സ് റിഫ്ലക്റ്റഡ് ഇൻ അവർ ഐസ്. നമ്മൾ ഹൃദയം കൊണ്ട് ആത്മാർത്ഥമായിട്ടാണ് ചിരിക്കുന്നത്, അത് നമ്മുടെ കണ്ണിൽ റിഫ്ലക്റ്റ് ചെയ്യുന്നതാണ് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് ഹ്യൂമൻ ബിഹേവിയർ ഈസ് ബീങ് ഡിസ്കസ്ഡ് ഇൻ ദിസ് സ്റ്റാൻസ? മനുഷ്യരുടെ ഏത് ബിഹേവിയറിനെയാണ് ഈ സ്റ്റാൻസയിൽ ഡിസ്കസ് ചെയ്യുന്ന പറയുന്നത്? ഹ്യൂമൻ ബിഹേവിയർ വിച്ച് ഈസ് ഫാൾസ്, ഫോർമൽ ആൻഡ് ആർട്ടിഫിഷ്യൽ ഈസ് ബീങ് ഡിസ്കസ്ഡ് ഇൻ ദ സ്റ്റാൻസ. ഫേക്കായും വ്യാജമായും ഫോർമലായിട്ടും ആർട്ടിഫിഷ്യലായിട്ട്, ഒറിജിനല്ല ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഹ്യൂമൻ ബിഹേവിയറിനെയാണ് ഈ സ്റ്റാൻസയിൽ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇനി സ്റ്റാൻസ 2. സ്റ്റാൻസ 2 ആണ് ദെയർ വാസ് എ ടൈം തൊട്ടിട്ട് മൈ എംപ്റ്റി പോക്കറ്റ്സ് വരെ. ഓക്കെ, അപ്പോൾ അതുമായിട്ട് റിലേറ്റഡുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ ആണ് വാട്ട് ഡു ദ വേർഡ്സ് ദെയർ വാസ് എ ടൈം റെഫർ ടു? അപ്പോൾ ദെയർ വാസ് എ ടൈം എന്ന് പറഞ്ഞാൽ ആ ഒരു ഫ്രേസിനെ എന്താണ് റെഫർ ചെയ്യുന്നത്? ദ വേർഡ്സ് ഡിനോട്ട് എ ടൈം ലോങ് പാസ്റ്റ്. അതിൻ്റെ അർത്ഥം ഒരു കാലത്ത് നടന്ന കാര്യം. സെക്കൻഡ്, വാട്ട് ഹാപ്പൻ അറ്റ് ദാറ്റ് ടൈം? അപ്പം ആ സമയത്ത് എന്താണ് സംഭവിച്ചത്? വാട്ട് ഹാപ്പൻ അറ്റ് ദാറ്റ് ടൈം? അറ്റ് ദാറ്റ് ടൈം പീപ്പിൾ ഗ്രീറ്റഡ് ഈച്ച് അതർ വിത്ത് റിയൽ പ്ലഷർ ആൻഡ് ഹാപ്പിനെസ് ബിക്കോസ് ദേ ഹാഡ് ട്രൂ ഫീലിങ്സ് ഫോർ വൺ ഈച്ച് അതർ. ഓക്കെ, ഒരിക്കൽ നമ്മൾ ആൾക്കാരെ ഗ്രീറ്റ് ചെയ്യുന്ന ആത്മാർത്ഥതയോടെ ആയിരുന്നു, ഇപ്പോഴത്തെ പോലെ ഫേക്കായിട്ടും ആർട്ടിഫിഷ്യലായിട്ടും അല്ല. അപ്പോൾ അതാണ് നമ്മൾ ട്രൂ ഫീലിങ്സിലൂടെയാണ് നമ്മൾ ഒരാളെ ഗ്രീറ്റ് ചെയ്തിരുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് ഈ ലൈൻ്റെ അകത്ത് പറയുന്നത്. ദെൻ സി, വൈൽ ദെയർ ലെഫ്റ്റ് ഹാൻഡ് സെർച്ച്, വാട്ട് ഡു ദേ സെർച്ച്? വാട്ട് ഇസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് ദിസ് സെർച്ച്? ഓക്കെ, അപ്പം നമ്മൾ കവിതേൻ്റെ അകത്ത് പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ഒരു വലത് കൈ കൊണ്ട് നമ്മൾ ഷേക്ക് ഹാൻഡ് കൊടുക്കുകയാണെങ്കിൽ ഇടത് കൈ കൊണ്ട് നമ്മളുടെ എംപ്റ്റി പോക്കറ്റ്സ് സെർച്ച് ചെയ്യാണ്. ഈ സെർച്ച് എന്ന് പറഞ്ഞത് എന്തിനാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നതാണ് ചോദിക്കുന്നത്. ദ സെർച്ച് സിഗ്നിഫൈസ് ദാറ്റ് വെൻ എ പേഴ്സൺ ഈസ് ഇൻട്രൊഡ്യൂസ്ഡ് ടു ദ പോയറ്റ് ഹി ഓർ ഷീ ഷേക്സ് ദ പോയറ്റ്സ് ഹാൻഡ് ഇൻ ഗ്രീറ്റിംഗ് ആൻഡ് അറ്റ് ദ സെയിം ടൈം ഹി ഓർ ഷീ ട്രൈ ടു ഫൈൻഡ് ഔട്ട് ഇഫ് ദ പോയറ്റ് ഈസ് റിച്ച് ഓർ പുവർ. ഒരു വലത് കൈ കൊണ്ട് നമ്മൾ ഷേക്ക് ഹാൻഡ് കൊടുക്കുമ്പോൾ ഇടത് കൈ കൊണ്ട് നമ്മളുടെ പോക്കറ്റ് തപ്പുകയാണ്, നമ്മൾ റിച്ച് ആണോ പുവർ ആണോ എന്ന് വേണ്ടിയിട്ട് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതാണ് ആ സെർച്ച് എന്നുള്ള വാക്കിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ദെൻ നമ്മൾ സ്റ്റാൻസ 3 ക്വസ്റ്റ്യൻസ് ആണ്. ഫീൽ അറ്റ് ഹോം തൊട്ടിട്ട് ഡോസ് ഷട്ട് ഓൺ മീ, അതാണ് നമ്മൾ സ്റ്റാൻസ 3. അപ്പോൾ അത് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ക്വസ്റ്റ്യൻ എ, വാട്ട് ഡസ് ദ എക്സ്പ്രഷൻ ഫീൽ അറ്റ് ഹോം മീൻസ്? ഡസ് ദ പോയറ്റ് ഫീൽ അറ്റ് ഹോം ഇൻ ദ സിറ്റുവേഷൻ ഹി ഡിസ്ക്രൈബ്സ് ഇൻ ദ സ്റ്റാൻസ? ഫീൽ അറ്റ് ഹോം എന്നുള്ളതിൻ്റെ മീനിങ് ആണ് ചോദിക്കുന്നത്. ദ എക്സ്പ്രഷൻ ഫീൽ അറ്റ് ഹോം മീൻസ് ടു ഫീൽ കംഫർട്ടബിൾ. ഫീൽ അറ്റ് ഹോമിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ടു ഫീൽ കംഫർട്ടബിൾ എന്നാണ് അർത്ഥം. നോ, ദ പോയറ്റ് ഡസ് നോട്ട് ഫീൽ കംഫർട്ടബിൾ ഇൻ ദ സിറ്റുവേഷൻ ഹി ഡിസ്ക്രൈബ്സ് ഇൻ ദിസ് സ്റ്റാൻസ. പക്ഷേ ഈ കവി പറയുന്നത് ഞാൻ കംഫർട്ടബിൾ അല്ല, അതാണ് കവി പറയുന്നത്. ഈ പ്രസൻറ്റ് സിറ്റുവേഷനായിട്ട് ഞാൻ കംഫർട്ടബിൾ അല്ല എന്നാണ് കവി പറയുന്നത്. ഹി ഫൈൻഡ്സ് ദാറ്റ് ഹി ഈസ് നോട്ട് വെൽക്കം ഇഫ് he or she becomes a frequent visitor, even though he is told to feel at home and to come again. Okay, in next question, which words or expressions are used by the poet to indicate the repeated visits are not welcome? ഈ repeated visits are not welcome എന്ന് പറഞ്ഞാൽ ഒരു സെൻറ്റൻസിനെ എക്സ്പ്രസ് ചെയ്യുന്ന വേർഡ് എന്താണ് പോയത്തിൻ്റെ അകത്തുനിന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ എന്താണ്? ഐ ഫൈൻഡ് ഡോസ് ഷട്ട് ഓൺ മീ. ഐ ഫൈൻഡ് ഡോസ് ഷട്ട് ഓൺ മീ. ഇനി സ്റ്റാൻസ 4. സ്റ്റാൻസ 4 ഏതാണ്? സോ ഐ ഹാവ് ലേൺഡ് തൊട്ടിട്ട് ലൈക്ക് എ ഫിക്സഡ് പോർട്രേറ്റ് സ്മൈൽ വരെയാണ് സ്റ്റാൻസ 4. അപ്പോൾ അതുമായിട്ടുള്ള റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ്. വാട്ട് ഹാസ് ദ ഫാദർ ലേൺഡ്? എന്താണ് അച്ഛൻ പഠിച്ചത്? ദ ഫാദർ ഹാസ് ലേൺ ടു വിയർ മെനി ഫേസസ്. ഒരു മനുഷ്യൻ അല്ലെങ്കിൽ ആ അച്ഛൻ പല മുഖാവരണങ്ങൾ ധരിക്കാൻ അയാൾ പഠിച്ചു.
This means that he has learned to act or behave according to the need of each situation and not according to his own natural feelings. ഒരാളുടെ നാച്ചുറൽ ഫീലിങ്സ് അല്ലാതെ സിറ്റുവേഷൻ അനുസരിച്ച് അയാളുടെ ആവശ്യം അനുസരിച്ച് ഫീലിങ്സ് പുറത്ത് കാണിക്കാൻ അയാൾ പഠിച്ചു കഴിഞ്ഞു. ഓക്കെ, നെക്സ്റ്റ് ബി, എക്സ്പ്ലെയിൻ ലൈക്ക് എ ഫിക്സഡ് പോർട്രേറ്റ് സ്മൈൽ. ഈ ലൈക്ക് എ ഫിക്സഡ് പോർട്രേറ്റ് സ്മൈൽ എന്ന ഫ്രേസിൻ്റെ മീനിങ് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറയുന്നത്. അക്കോർഡിംഗ് ടു ദ പോയറ്റ്, when adults smile it is often as a formality. The smile is without any feelings or expression like the smile in a picture or a painting. Okay, നമ്മൾ ഈ സ്മൈൽ നമ്മൾ പറഞ്ഞ ഒരു സ്മൈൽ എന്ന് പറയുന്നത് ഇപ്പം ആത്മാർത്ഥതയോടെയല്ല നമ്മൾ ഒരാളെ നോക്കി സ്മൈൽ ചെയ്യുന്നത്, ചിരിക്കുന്നത്. എങ്ങനെയാണ്? ഒരു ചിത്രം വരച്ച് വെച്ച പോലെ, ഒരു പിക്ചർ, ഒരു പെയിൻറ്റിങ് പോലെയാണ് നമ്മൾ എക്സ്പ്രഷൻസും ഫീലിങ്സും ഒക്കെ കാണിക്കുന്നത്. സ്മൈൽ വിത്തൗട്ട് എനി ഫീലിങ്സ് ഓർ എക്സ്പ്രഷൻ ലൈക്ക് എ സ്മൈൽ ഇൻ എ പിക്ചർ ഓർ പെയിൻറ്റിങ്. ഒരു പിക്ചറിലോ ഒരു പെയിൻറ്റിങ്ങിലോ നമ്മൾ റിയൽ സ്മൈൽ അല്ല കാണിക്കുക. നമുക്കൊരു ഫീലിങ്സും ഒരു എക്സ്പ്രഷനും നമ്മളെ അതിൽ കാണിക്കാൻ പറ്റില്ല. അതുപോലെയാണ് ഇപ്പം നമ്മൾ ചിരിക്കുന്നതെന്നാണ് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഡു ദ ഡിഫറെൻറ്റ് ഫേസസ് സ്റ്റാൻഡ് ഫോർ? ഈ ഡിഫറെൻറ്റ് ഫേസ് എന്ന് പറയുന്നത് എന്തിനാണ് ഉദ്ദേശിക്കുന്നത്? ദ ഡിഫറെൻറ്റ് ഫേസസ് സ്റ്റാൻഡ് ഫോർ ദ ഡിഫറെൻറ്റ് വേസ് ഇൻ വിച്ച് എ പേഴ്സൺ കണ്ടക്ട്സ് ഹിംസെൽഫ് ഓർ ഹെർസെൽഫ്, ഡ്രസ്സസ്, ബിഹേവ്സ് ഓർ സ്പീക്സ് ടു suit the different situations he or she has to face. അപ്പം ഡിഫറെൻറ്റ് ഫേസ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? പലതരം ഫേസസ്, എക്സ്പ്രഷൻസ് അല്ലെങ്കിൽ ഫീലിങ്സ്. അത് അക്കോർഡിംഗ് ടു ഓരോ സിറ്റുവേഷൻ അനുസരിച്ച് നമ്മളുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടിയിട്ട് ആത്മാർത്ഥതയോടല്ലാത്ത ചിരികളെയാണ് അല്ലെങ്കിൽ ഫേസ് എക്സ്പ്രഷൻസിനെയാണ് ഈ ഡിഫറെൻറ്റ് ഫേസസ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി സ്റ്റാൻസ 5. സ്റ്റാൻസ 5 എന്താണ്? ആൻഡ് ഐ ഹാവ് ലേൺ ടു തൊട്ടിട്ട് ആഫ്റ്റർ ബീങ് ബോർഡ് വരെയാണ് സ്റ്റാൻസ 5. അതുമായിട്ടുള്ള റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ്. മെൻഷൻ ദ അതർ തിങ്സ് ദാറ്റ് ദ ഫാദർ ഹാസ് ലേൺഡ്. അച്ഛൻ പഠിച്ച ബാക്കി കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു? അപ്പോൾ എന്തൊക്കെയാണ്? ദ ഫാദർ ഹാസ് ഓൾസോ ലേൺ ടു സേ തിങ്സ് വിച്ച് ആർ ദ എക്സാക്ട് ഓപ്പോസിറ്റ് ഓഫ് റിയൽ ഫീലിങ്സ് ഓഫ് വാട്ട് ഈസ് ഇൻ ഹിസ് ഹാർട്ട്. He has learned to use pleasant words without meaning them at all, or with unpleasant and unkind thoughts going on his mind. അപ്പം റിയൽ എക്സാക്ട് ഫീലിങ്സ് കാണിക്കാതെ ഫേക്ക് ഫീലിങ്സ് കാണിക്കാൻ അച്ഛൻ പഠിച്ചു. നമ്മൾ ഹൃദയം തൊട്ട് ചിരിക്കാനല്ലാതെ മുഖത്ത് മാത്രം എക്സ്പ്രഷൻ കാട്ടി ചിരിക്കാൻ, പ്ലസൻറ്റ് വേർഡ്സിന് പകരം പ്ലസൻറ്റ് വേർഡ്സ് മാത്രം യൂസ് ചെയ്ത് ബാക്കിയുള്ളവരെ സന്തോഷിപ്പിക്കാനും ഈ അച്ഛൻ പഠിച്ചു എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ്, വിച്ച് ലേണിങ്സ് ബൈ ദ ഫാദർ റെഫർ ടു ഇമോഷണൽസ് റിലേഷൻഷിപ്പ്? ഇമോഷണൽസ് റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞതിനെ റെഫർ ചെയ്യാൻ അച്ഛൻ എന്താണ് റെഫർ ചെയ്യുന്നതെന്ന് ചോദിക്കുന്നത്. ടു ലാഫ് ഓൺലി വിത്ത് ഹിസ് ടീത്ത്, ടു ഷേക്ക് ഹാൻഡ്സ് വിത്തൗട്ട് ഹിസ് ഹാൻഡ്. ഓക്കെ, ടു ലാഫ് വെറും പല്ലുകൊണ്ട് മാത്രം ചിരിക്കുക. ഷേക്ക് ഹാൻഡ് ചെയ്യുന്നത് എങ്ങനെയാണ്? ശരിക്കും ഇഷ്ടമില്ല, നമ്മുടെ ഹൃദയം കൊണ്ടല്ല ഷേക്ക് ഹാൻഡ് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. മൂന്നാമത്തത്, സെലക്ട് എനി 2 phrases ദാറ്റ് ഷോ ദ കോൺട്രാസ്റ്റ് ബിറ്റ്വീൻ ഇൻറ്റൻഷൻ ആൻഡ് ആക്ഷൻ. ഇൻറ്റൻഷൻ ആൻഡ് ആക്ഷൻ തമ്മിലുള്ള കോൺട്രാക്ഷൻ കാണിക്കാനുള്ള 2 phrases ആണ്. ഐ സേ ഗുഡ് ബൈ ഫോർ ഗുഡ് റിഡൻസ്. എന്താണ്? ഐ സേഡ് ഗുഡ് ബൈ ഫോർ ഗുഡ് റിഡൻസ്. ഐ സേഡ് ഗ്ലാഡ് ടു മീറ്റ് യു വിത്തൗട്ട് ബീങ് ഗ്ലാഡ്. ഐ സേഡ് ഗ്ലാഡ് ടു, നമ്മളിപ്പം പറയും ഹലോ ഹായ് ഒരാളെ കണ്ട് ഗ്ലാഡ് ടു മീറ്റ് യു എന്ന് പറയും, പക്ഷെ ശരിക്കും നമുക്ക് സന്തോഷമൊന്നും ഉണ്ടാവില്ല അയാളെ കണ്ടതിൽ. അതാണ് ഈ ആക്ഷൻ ഇൻറ്റൻഷൻ തമ്മിലൊരു കോൺട്രാസ്റ്റ്. പിന്നെ നമ്മൾ പറയും ഇറ്റ് ഹാസ് ബീൻ നൈസ് ടോക്കിംഗ് ടു യു ആഫ്റ്റർ ബീങ് ബോർഡ്. അപ്പോൾ നമ്മൾ ഒരാളുടെ അടുത്ത് കുറേ സംസാരിച്ചു, കുറച്ച് കഴിഞ്ഞ് നമുക്ക് ബോർ അടിച്ചു, അപ്പോൾ നമ്മൾ നൈസായിട്ട് സ്റ്റോപ്പ് ചെയ്യണം. അപ്പോൾ നമ്മൾ എന്താ പറയുക? ഇറ്റ് ഹാസ് ബീൻ നൈസ് ടോക്കിംഗ് വിത്ത് യു. ഇത്രയും നേരം സംസാരിച്ചാൽ ഒരുപാട് സന്തോഷം എന്ന് പറഞ്ഞ് നമ്മൾ പോകും. അപ്പം അവിടെ ഒരു ഫേക്ക്, ഒരു വ്യാജം ഇതവിടെ വന്നു. ഓക്കെ, നെക്സ്റ്റ്. അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. വാട്ട് ഡസ് ദ ഫാദർ വിഷ് ഫോർ ഇൻ സ്റ്റാൻസ 6? സ്റ്റാൻസ 6ൻ്റെ അകത്ത് ഫാദറിൻ്റെ വിഷ് എന്തായിരുന്നു? ദ ഫാദർ വിഷസ് once again he could be what he used to be. He wishes to be his true self again. അയാൾ പിന്നെയും
ട്രൂ ആകാൻ തന്നെ ആയിരുന്നു അയാളുടെ ആഗ്രഹം. ഓക്കെ, നെക്സ്റ്റ് ഇൻ സ്റ്റാൻസ 6 ദ ടീത്ത് ഹാവ് ബീൻ കമ്പയർഡ് ടു. ഈ ടീത്തിന് എന്തുമായിട്ടാണ് കമ്പയർ ചെയ്യുന്നത് സ്റ്റാൻസ 6ൻ്റെ അന്നാണ് ചോദിക്കുന്നത്. ഇൻ സ്റ്റാൻസ 6 ദ ടീത്ത് ഹാവ് ബീൻ കമ്പയർഡ് ടു ദ സ്നേക്സ് ബെയർ ഫെയിൻസ്. ഓക്കെ, സ്നേക്കിൻ്റെ ബെയർ ഫെയിൻസിനെയാണ് ഈ സ്റ്റാൻസ 6ൻ്റെ അകത്ത് ടീത്തുമായിട്ട് കമ്പയർ ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് ലോങ് ആൻസർ ടൈപ്പിലേക്ക് പോവാം. വാട്ട് ഡസ് ദ simile like a snake's bare fangs bring to your mind? Explain what the poet meant when he uses this simile in stanza 6. അപ്പം നമ്മൾ ഇവിടെ കവി ഒരു സിമിലി യൂസ് ചെയ്തിട്ടുണ്ട്, ലൈക്ക് എ സ്നേക്സ് ബാർ ഫെയിൻസ് എന്ന് യൂസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം എന്താണ്? അത് കേൾക്കുമ്പോൾ നിങ്ങളുടെ മൈൻഡിലേക്ക് എന്താണ് വരുന്നതെന്നാണ് ചോദ്യം. ഓക്കെ, a laugh that shows the teeth like a snake's bare fangs bring to mind a laugh that is without real feelings ഇല്ലാത്ത ഒരു സ്മൈൽ എന്നാണ് നമുക്ക് പെട്ടെന്ന് അത് കേൾക്കുമ്പോൾ ഓർമ്മ വരുന്നത്. ഇറ്റ് ബ്രിങ്സ് ടു മൈൻഡ് എ പേഴ്സൺ whose laugh is falsely pleasant and therefore dangerous and deceptive like a snake. ഒരു മനുഷ്യൻ്റെ ചിരിക്ക് ആത്മാർത്ഥത ഇല്ലാണ്ടും ഡേഞ്ചറസ് ആണെന്നും ഒരു പാമ്പിനെ പോലെ ഡേഞ്ചറസ് എന്നാണെന്നൊക്കെയാണ് നമുക്ക് പെട്ടെന്ന് ആ ഒരു ഫ്രേസ് കേട്ടാൽ ഓർമ്മ വരുന്നത്. ദ പോയറ്റ് യൂസസ് ദി സ്മൈൽ ടു ഷോ ദാറ്റ് ഹി ഹാസ് ഫോർഗോട്ടൻ laugh with real feelings and pleasure. ഇവിടെ കവി എന്താ പറയുന്നത്? റിയൽ ഫീലിങ്സോടെയും പ്ലഷറോടെയും ഞാൻ ചിരിക്കാൻ മറന്നുപോയി എന്നാണ് പറയുന്നത്. വെൻ ഹി laughs he is not laughing with his eyes and heart but only by showing his teeth. ഇവിടെ കവി എന്താ പറയുന്നത്? തൻ്റെ ഹൃദയവും കണ്ണും കൊണ്ടല്ല ഞാൻ ചിരിക്കുന്നത്, മറിച്ച് വെറും പല്ല് കാണിച്ചാണ് ചിരിക്കുന്നത്. ആത്മാർത്ഥതയോടുള്ള ഒരു ചിരിയല്ലെന്നാണ് കവി പറയുന്നത്. നെക്സ്റ്റ്, വാട്ട് ഡസ് ദ ഫാദർ ആസ്ക് ഹിസ് സൺ ടു ഡു ഇൻ സ്റ്റാൻസ 7 ആൻഡ് വൈ? അപ്പോൾ 7ാമത്തെ സ്റ്റാൻസയിൽ ഫാദർ എന്താണ് ചെയ്യാൻ പറയുന്നത്, എന്തിനാണ് ചെയ്യാൻ പറയുന്നതെന്നാണ്. അപ്പം ആൻസർ എന്താണ്? ദ ഫാദർ ആസ്ക്സ് ഹിസ് സൺ ടു ഷോ ഹിം ദ വേ ടു ബി സിമ്പിൾ, ഹോണസ്റ്റ്, നാച്ചുറൽ ആൻഡ് ഇന്നസെൻറ്റ്. ഹി വാണ്ട്സ് ഹിസ് സൺ ടു ഹെൽപ്പ് ഹിം ഫൈൻഡ് ഹിസ് ഓൾ സെൽഫ് ബിക്കോസ് ഹിസ് സൺ ഈസ് എ ചൈൽഡ് ആൻഡ് ചിൽഡ്രൻ ആർ കംപ്ലീറ്റ്ലി നാച്ചുറൽ. അപ്പോൾ ഈ അച്ഛൻ എന്താണ്? അച്ഛൻ മകനോട് പറയാണ്, നീ സിമ്പിൾ ആവാനും സത്യസന്ധനാവാനും നാച്ചുറൽ ആവാനും നിഷ്കളങ്കനാവാനും. കാരണം ഈ മകൻ പറഞ്ഞ ചെറുതാണ്, കംപ്ലീറ്റ്ലി നാച്ചുറൽ ആണ്. പോരാത്തത് ഈ അച്ഛന് തന്നെ ഈ മകനിലൂടെ തിരിച്ചെടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് മകനോട് സിമ്പിൾ ആവാനും ഹോണസ്റ്റ് ആവാനും നാച്ചുറൽ ആവാനും ഇന്നസെൻ്റ് ആവാനും ഈ അച്ഛൻ മകനോട് ആവശ്യപ്പെട്ടത്. ഓക്കെ, നെക്സ്റ്റ് വൺ. വാട്ട് ഹാസ് ദ പോയറ്റ് ഫോർഗോട്ടൻ ആൻഡ് വാട്ട് ഈസ് ഹിസ് ഡിസയർ? എന്താണ് കവി മറന്നുപോയതും എന്താണ് അതിൻ്റെ ഡിസയർ എന്നാണ്. ദ പോയറ്റ് ഹാസ് ഫോർഗോട്ടൻ ഹിസ് ട്രൂ നാച്ചുറൽ സെൽഫ്. അയാളുടെ ഉള്ളിലുള്ള ശരിക്കുള്ള സത്യസന്ധത അയാൾ മറന്നുപോയി. ഹി വാണ്ട്സ് ടു ഗെറ്റ് ബാക്ക് ടു ദ സ്റ്റേറ്റ് ഓഫ് ഇന്നസെൻസ് വെൻ ഹി ഹാസ് ഓപ്പൺ ആൻഡ് ഹോണസ്റ്റ് അബൌട്ട് എക്സ്പ്രസിങ് ഹിസ് ഫീലിങ്സ് ആൻഡ് തോട്ട്. അയാൾക്ക് വീണ്ടും അയാളുടെ ശരിക്കുള്ള ലൈഫിലേക്ക് വരണം. അതായത് ശരിക്കും അയാൾ കുട്ടിയായിരുന്ന സമയത്ത് നമ്മൾ ഇന്നസെൻ്റ് ആയിരിക്കുമല്ലോ, അതുപോലെ തന്നെ അയാൾക്ക് തിരിച്ചു വരാനാണ് അയാൾ ആഗ്രഹിക്കുന്നത്. നെക്സ്റ്റ്, ഇൻ ടുഡേയ്സ് വേൾഡ് ഇറ്റ് ഈസ് ഓഫൺ ഡിഫിക്കൽട്ട് ടു നോ വാട്ട് ടു ബിലീവ് ആൻഡ് വാട്ട് നോട്ട് ടു ബിലീവ്. വാട്ട് യു സീ ഈസ് ഓഫൺ നോട്ട് ദ റിയാലിറ്റി. എക്സ്പ്ലെയിൻ. ഓക്കെ, ഇന്നത്തെ വേൾഡിൽ എന്തൊക്കെ വിശ്വസിക്കണമെന്നും എന്തൊക്കെ വിശ്വസിക്കേണ്ട എന്നുള്ളതും മനസ്സിലാക്കാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതിനെപ്പറ്റി എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറയുന്നത്. പീപ്പിൾ ഇൻ മോഡേൺ സൊസൈറ്റി സേ ആൻഡ് ഡു വാട്ട് എവർ ഈസ് നെസസറി ടു അച്ചീവ് their goals and ambitions even if there is no genuine feelings in their actions and words. ഇന്നത്തെ പ്രസൻറ്റ് സിറ്റുവേഷനിൽ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? മനുഷ്യർ അവരുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടിയിട്ട് ജെന്യൂൻ അല്ലാണ്ട് അവർ കളിക്കുകയും ചിരിക്കുകയും അവരുടെ ആംബിഷൻസും ഗോൾസും ഒക്കെ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് അവർ ഫേക്കായിട്ട് കളിക്കുകയും ചിരിക്കുകയും ഒക്കെ ചെയ്യും. As a result, the actions and words are often completely the opposite of the thoughts and feelings of the person
doing the actions and saying these words. Hence it is difficult to know the reality and to know what to believe and what not to believe. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ പ്രസൻറ്റ് സിറ്റുവേഷനിൽ നമുക്ക് എന്ത് വിശ്വസിക്കണമെന്നും എന്ത് വിശ്വസിക്കേണ്ടെന്നും തിരിച്ചറിയാൻ വളരെ ബുദ്ധിമുട്ടാണ്. Next question. The father and son in the poem represent two different periods of time. Elaborate. അപ്പം അച്ഛൻ എന്ന് പറഞ്ഞാൽ അച്ഛൻ്റെ കാലഘട്ടം എന്ന് പറയുന്നത് കുറച്ച് പഴയ കാലഘട്ടമാണ്, മകൻ്റെ കാലഘട്ടം എന്ന് പറയുന്നത് മോഡേൺ ടൈംസ്, പുതിയ പ്രസൻറ്റ് കാലഘട്ടമാണ്. അപ്പോൾ രണ്ടും രണ്ട് പീരീഡ് ഓഫ് ടൈമിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അതിനെപ്പറ്റി എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറയുന്നത്. The father as an adult stands for the modern period in which people are false and insincere and artificial. അപ്പോൾ ഫാദർ എന്ന് പറയുന്നത് ഒരു അഡൾട്ടാണ്, ഒരു വലിയ മനുഷ്യനാണ്. അതുകൊണ്ട് തന്നെ മോഡേൺ ടൈംസിലെ കാര്യങ്ങളാണ് അച്ഛൻ അറിയുക. ഈ ആൾക്കാർ എത്രത്തോളം വ്യാജമാണെന്നും ആർട്ടിഫിഷ്യൽ ആണെന്നും ഇൻസിൻസിയർ ആണെന്നും അച്ഛന് അറിയാം. ദ സൺ ഇസ് എ ചൈൽഡ്. സൺ കുട്ടി, മകൻ എന്ന് പറഞ്ഞൊരു കുട്ടിയാണ്, ചെറുതാണ്. അതുകൊണ്ട് തന്നെ മകൻ ഹോണസ്റ്റ് ആയിരിക്കും, നാച്ചുറൽ ആയിരിക്കും, ഇന്നസെൻ്റ് ആയിരിക്കും. മകൻ വലുതായി വരുമ്പോഴേക്ക് ഈ പ്രസൻറ്റ് വേൾഡിൻ്റെ എന്താ പറയുക മുഖംമൂടി അണിഞ്ഞ മുഖം മകന് കാണാൻ സാധിക്കുള്ളൂ. Okay, next question. By addressing his son, who is the poet also addressing? മകനെ അഡ്രസ്സ് ചെയ്യുമ്പോൾ ആരെയാണ് പോയറ്റ് ഇൻഡയറക്ട്ലി അഡ്രസ്സ് ചെയ്യുന്നതാണ് ചോദിക്കുന്നത്. By addressing his son, the poet is actually addressing all the adults of the modern world who has lost their innocence and are artificial, sometimes heartless in their behavior. He is trying to tell them to relearn from their children how to be natural, honest and sincere. അപ്പം കവി തൻ്റെ മകനിലൂടെ ഇപ്പോഴുള്ള അഡൾട്ട്സിനെ, മോഡേൺ ടൈംസിലെ അഡൾട്ട്സിനെയാണ് അഡ്രസ്സ് ചെയ്യുന്നത്. ഈ നിഷ്കളങ്കതയും പിന്നെ അവരുടെ നിഷ്കളങ്കതയൊക്കെ നഷ്ടപ്പെട്ട യുവാക്കളെയാണ് ഈ കവി തൻ്റെ മകനിലൂടെ കാണിക്കുന്നത്. എന്നിട്ട് അഡൾട്ടിനോട് പറയുകയാണ്, നിങ്ങളുടെ കുട്ടികളെ തന്നെ കണ്ടു പഠിക്കുക, എങ്ങനെ ഇന്നസെൻ്റ് ആവണമെന്നും സിമ്പിൾ ആവണമെന്നും ഹോണസ്റ്റ് ആവണമെന്നും. ഓക്കെ, നെക്സ്റ്റ്. When we use humor, irony, sarcasm or exaggeration to the criticism, the poem. Okay, present situation ഈ കവിതയ്ക്ക് എത്രത്തോളം പ്രാധാന്യം ഉണ്ടെന്നാണ് അടുത്ത ക്വസ്റ്റ്യൻ. അപ്പം നമുക്ക് ഓഫ് കോഴ്സ് നമുക്ക് ഈ കവിത വായിച്ചാൽ അറിയാം പ്രസൻറ്റ് സിറ്റുവേഷനിൽ ഒരുപാട് പ്രാധാന്യമേറിയൊരു കവിതയാണിത്. കാരണം ഇന്നത്തെ ജനത എന്ന് പറയുന്നത് ഫുൾ കാപട്യമാണ് കാണിക്കുന്നത് അല്ലേ. അവരൊന്നും സിൻസിയറായിട്ട് നമ്മളൊരാളെ മീറ്റ് ചെയ്താൽ ആരും സിൻസിയറായിട്ട് നമ്മളിത് ചിരിക്കുക പോലും ഇല്ല. ഫുൾ അവരുടെ ഗോൾസും മറ്റ് എംബിഷൻസൊക്കെ കവർ ചെയ്യാൻ വേണ്ടിയിട്ട്, നേടിയെടുക്കാൻ വേണ്ടിയിട്ട് അവരവരുടെ ഫീലിങ്സൊക്കെ മാറ്റുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി വിചാരിക്കുന്നു. താങ്ക് യു.